Hey all, welcome back to another vlog. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഹെഡ് ചെയ്യാൻ പോണത് മുംബൈ ടു നാസിക്. ഓക്കെ, അയ്യോ കുഴി. മുംബൈ ടു നാസിക്കാണ് നമ്മളിന്ന് ഹെഡ് ചെയ്യാൻ പോണത്. ഇന്ന് നമ്മൾ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ഗൈസ്. ഓക്കെ, മുംബൈ വിടാണ്ട് ഈ സിഗ്നലും ട്രാഫിക്കൊന്നും പോവില്ല ഗൈസ്. മുംബൈ ഔട്ടർ റിങ് മൊത്തം വിട്ട് കളഞ്ഞാൽ ഓക്കെയാണ്. അല്ലാത്ത പക്ഷം അയ്യോ ഹോണടിയുടെ സൗണ്ട് വയ്ക്കും നിങ്ങൾ. എല്ലാവരും ഹോണുമെന്ന് കൈ എടുക്കില്ല സുഹൃത്തുക്കളെ. എല്ലാവരും ഹോണുമ്മിൽ ആക്സിലേറ്റർ തോന്നണം. സീനാണ് ഇവിടെ. ഭാഗത്തൊക്കെയാട്ടാ ധാരാവി വരണേ. ധാരാവി 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 ഇവിടെ സമൃദ്ധി വണ്ടികളുണ്ട് കേട്ടോ. അതായത് നല്ല നല്ല വണ്ടികൾ, എക്സോട്ടിക് കാർസ് ഓർ സൂപ്പർ കാർസ് കാറ്റഗറി. എന്തോരം എന്തോരം നമ്മളങ്ങോട്ട് നോക്കി നിന്ന് പോകും. അത്രയും വണ്ടികളാണ് ഗൈസ്. മുംബൈ ഞാൻ വെറുത്തത് ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ട്രാഫിക്. വണ്ടി ഓടിക്കാൻ മുംബൈ കൊള്ളില്ല സുഹൃത്തുക്കളെ. വൺ ഷോക്കാണ് ഈ കേസിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞാണ്ട വണ്ടി ഇവിടെ മറ്റേ എനിക്ക് തോന്നുന്നു ഇതിന് നല്ല തമിഴ്നാടാണെന്ന് തോന്നുന്നു. അവർക്ക് ഒന്നുകൂടി ശ്രദ്ധ ഉണ്ട്. ഇവിടെ ശ്രദ്ധയൊന്നുമില്ല. ഇവിടെ തട്ടി പോയി ആ മൂടിലാണ് എല്ലാവരും പോവുക. തട്ടിക്കഴിഞ്ഞാലും വേറെ അലമ്പിക്കൊന്നുമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി തട്ടിയിട്ട് വീണ് കഴിഞ്ഞാൽ രണ്ടുപേരും എനിക്ക് കൈ കൊടുക്കുക പോവുക ആ മൂടോടെ. അല്ലാണ്ട് നമ്മുടെ അടുത്തെ പോലെ നീ എന്തിനോട് എന്നെ ഒന്നിടിച്ചേ, നീ ഹോൺ അടിച്ചില്ലല്ലോ, ഈ വക ചോദ്യം പറഞ്ഞിട്ടൊന്നുമില്ല. തട്ട വീണ് കഴിഞ്ഞാൽ എനിക്ക് പോവുക. വേറെ നോ ടോക്കിങ്. റൈറ്റ് സൈഡിലെ ബ്ലോക്ക് നോക്കിയേ. കുറച്ചൊന്നുമല്ല കേട്ടോ, കുറെ നേരമായിട്ട് ഇരിക്കില്ല. എൻ്റെ മോനെ എത്ര നേരമായിട്ട് ഇടണ വണ്ടികളാന്ന് അറിയാം. കുറെ ദൂരമായിട്ട് എടുക്കുന്നുണ്ട്, അവിടെ തൊട്ടേ എടുക്കുന്നുണ്ട്. എന്ത് ബ്ലോക്കല്ലേ, എത്ര വണ്ടികളാണ് നോക്കിയാൽ നിങ്ങള്. സ്റ്റക്കായി ഇങ്ങനെ കിടക്കുക. ഇതല്ലേ ഞാൻ പറഞ്ഞേ, മുംബൈയിൽ വണ്ടി ഓടിക്കാൻ കൊള്ളില്ല സുഹൃത്തുക്കളെ. വളരെ ഷോക്കാണ് വണ്ടി ഓടിക്കില്ല. വല്ല ടാക്സി ആണ് എന്തെങ്കിലുമൊക്കെ പിടിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അവളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. അത് സ്റ്റിൽ വണ്ടികളൊക്കെ നിർത്തിയിട്ട് തന്നെയാ. എന്തോരല്ലേ സാധനം നോക്കിയേ. പുള്ളറ് എമ്മാരി ടയറാണോ നോക്കിയേ. അറ്റം തൊട്ട് അറ്റം വരെ ടയറാണോ. ഏതാ കളിയില്ലേ. പുള്ളറ് ഓൾമോസ്റ്റ് നമ്മുടെ മുംബൈയുടെ ആ വലിയ തിരക്കിൽ നിന്ന് പുറത്തിയാടിയുണ്ട് കേട്ടോ. ചെറിയൊരു സമാധാനമുണ്ട് സുഹൃത്തുക്കളെ, ചെറിയൊരു സമാധാനമുണ്ട്. ഇവിടുത്തെ ലോറികൾ ചോദിച്ചോ, ടിപ്പറുകൾ, മറ്റേ പുഷ്പലൈൻ, പുഷ്പ ആ മൂട് ലോറികളാണ് കുറെ ഉള്ളത്. ഇന്നത്തെ ദിവസം ചെറിയ ചൂട് കുറച്ച് കൂടുതലാട്ടോ. ഇന്നലൊക്കെ ചൂട് ഭയങ്കര ശമനായിരുന്നു. ടോറസ് പോണോ അടി തിരിഞ്ഞിട്ട് ഓവർലോഡ്. എനിക്ക് ഈ ഓവർലോഡായി ടോറസിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയാ. സിഗ്നലിലൊക്കെ പോയി നിൽക്കുമ്പോഴോ അതെ ടയർ പെട്ടെന്ന് പൊട്ടും. ഇതിൻ്റെ നിപ്പിലെ സാധനം പൊട്ടും. വണ്ടി നോക്കിയേ, കളർഫുള്ള് കണ്ടെയ്നർ നോക്കിയേ. 32 അടി. 32 ഫീറ്റ്. അത് എൻ്റെ മോനെ, ഓട്ടോഷാരും ഇറങ്ങും മാന്തളൊന്നുമില്ല.
എങ്ങനെടാ അപ്പൊ നമ്മള് ബോംബെയുടെ ആ തിരക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. നേരെ നല്ല ഹൈവേയിൽ കയറിട്ടോ. വെയില് കുറച്ച് അപാരമാണ് കൈ, അപാരം. കറക്റ്റ് ഇപ്പൊ ഒരു 1:30 ഉണ്ടാവും. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ ഹോട്ടലുകളൊന്നും കാണാനില്ല. നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പിന്നെ ഏത് ഹോട്ടലിൽ കയറിയാലും ദാൽ ഐറ്റംസ് ഉള്ളൂ. ദാൽ ചുക്ക, ദാൽ ചിക്ക, ദാൽ ചിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ദാലിൻ്റെ ഒരു 10 ഐറ്റംസ്. ദാല് മനസ്സിലായില്ല, പരിപ്പ്. ഈ കളിയാ. രണ്ട് സൈഡിലും കുറെ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, അത് ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ. ഇവിടെ അതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് തോന്നണം എനിക്ക്. ഓ, ഫുഡ് വേ, മാൾ ഓഫ് വെജീസ്. ഓ, എവിടെ നോക്കിയാലും വെജ് കളികളാണ്. ഈശ്വരാ, നോൺ വെജ് കിട്ടി കഴിഞ്ഞാൽ അവിടെ കയറി കഴിഞ്ഞാൽ അവർ പറയാ ദാൽ ഹേ, ദാൽ ഹേ, ദാൽ ഹേ. ഈ കളിയാ. റോഡൊക്കെ നോക്കിയേ, മൂടില്ലേ. പുഷ്പ 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 പുഷ്പരാജ്. ഏതാ മൂടില്ലേ. ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. എന്തോരം ഫാക്ടറികളാ. സണ്ടാലിയാസത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കേസിൽ മുട്ടണ്ട മക്കളെ. വേറെ മൂടാണ് ഇവരുടെ. ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. ആ മൂടാണ്. പിന്നെ ഒരു സ്പേസും ഉണ്ടല്ലോ. ഇതൊക്കെ ചെയ്ത് കൂട്ടാനുള്ള സ്പേസ് ഉണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്പേസ് വളരെ കുറവാണ്. ആ കാലൊക്കെ പൊള്ളണ മക്കളെ, അമ്മാതിരി ചൂട്. ഞാനാണെങ്കിൽ ബൂട്ടല്ല ഇട്ടുള്ളൂ. ഇന്ന് കുറച്ച് സിറ്റിയിൽ കറങ്ങേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ബൂട്ടല്ല ഇട്ടുള്ളത്, ഷൂ. അപ്പം അതുകൊണ്ട് തന്നെ കാലിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല ചൂട് കയറണം. വെറും ചൂടല്ല, തളച്ച വെള്ളം കാലുമൊക്കെ ഒഴിച്ച് അങ്ങനെ ഇരിക്കും. ആ ഒരു ഫീലാ ഗൈസ്. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, അത്രേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് ഇവിടുത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഇവരുടെ മസാല നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അയ്യോ, വേറൊരു സാധനമുണ്ട് മസാല എന്ന് പറഞ്ഞപ്പോഴാ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരിക്കലും നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നാരങ്ങ സോഡ എന്തിൻ്റെ കുടിക്കുമ്പോൾ അവരോട് പ്രത്യേകം പറയണം നോ മസാല, നോ മസാല. അതല്ലെങ്കിൽ ഒരു സാധനം ഇട്ടരും എൻ്റെ മക്കളെ. അപ്പോൾ അതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും തോന്നില്ല. ഒരു പ്രത്യേക വായയുടെ ടേസ്റ്റും ഒരു തരം മണവും അവരുടെ മസാലയുടെയാണ്. അത് ഒറ്റ മസാലയാ. ചിലവർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും. ഒരു അജ്മോളൊക്കെ അല്ലേ, ഒരു ടാബ്ലറ്റ് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടില്ല. അജ്മേല അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു പർപ്പിൾ കളറില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള നാരങ്ങ സോഡ എങ്ങനെ ഇരിക്കും. അതാണ് സാധനം മക്കളെ. അപ്പോൾ എനിക്ക് പോയി ഇഷ്ടമില്ലാത്ര ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞേട്ടാ. ഒരു ഹോട്ടൽ നോക്കിയേ, ഒറ്റപ്പെട്ടൊരു ഹോട്ടൽ. ഞങ്ങളിങ്ങനെ വരുന്ന വഴിയില്ല, പോണ വഴി ഒരു വണ്ടി കത്തി കിടക്കുന്നുണ്ട് ഗൈസ്. നോക്കി നിങ്ങൾ. എൻ്റെ പൊന്നെ, ഇവിടെ വെച്ചിട്ടാ കത്തി ചെയ്തിട്ടോ, അങ്ങോട്ട് മാറ്റിയിട്ടുള്ളതാ. എഞ്ചിനൊക്കെ കിടക്കുന്നുണ്ട്, വേറെ ഒന്നും ഇല്ല കേട്ടോ വണ്ടിയിൽ. ഫുള്ള് കത്തിപ്പോയി ഗൈസ്. എൻ്റെ പൊന്നെ, റിയൽ വീൽ ഡ്രൈവ് വണ്ടിയാണല്ലോ. ഇതേതോ ഒരു നല്ല കാറാ. റിയൽ വീൽ ഡ്രൈവ് ആണ് വണ്ടി. എനിക്കറിയില്ല ഏതാ വണ്ടിന്ന്. മോനത് BM ആണോ? എടാ അത് BM ടാ.
BM ആണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ആ ഡുവൽ എക്സോസ്റ്റും പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ മുകളിലത്തെ ആ ഒരു വരയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു BMW 5 Series ആണ് വണ്ടി. ഐ തിങ്ക് സോ. പിന്നെ എനിക്ക് വീണ്ടും തോന്നാനുള്ള കാരണം വണ്ടി ബാക്ക് വീൽ ഡ്രൈവാ. ഓക്കെ, എന്തിനേലും ഒരു പാടുണ്ടോ നോക്കിയ BMWൻ്റെ? കയറാ? പക്ഷെ എൻ്റെ മോനെ എഞ്ചിനൊക്കെ കത്തി നറുനാശായിട്ടാ ബാക്കില്. ഓ, ഇതാണ് ബാറ്ററി ബോക്സ്. ഈ ഒരു പോർഷൻ കണ്ടോ കട്ട്? ഇങ്ങനെ ഇറങ്ങി നോക്കാം ഗൈസ്. പക്ഷെ എന്താല്ലേ, എനിക്ക് തോന്നുന്നത് BMW തന്നെയാണ് കേട്ടോ. BMW 5 Series ആണ് വണ്ടി. ബാറ്ററി ബോക്സ് ഇത് തന്നെയാണ്. BMWൻ്റെ ബാറ്ററി ബോക്സ് ഇവിടെ തന്നെയാണ് വരുന്നത്. കണ്ടിട്ട് എനിക്ക് BMW തന്നെ തോന്നണേ. ഡാർക്ക് ബ്രോ. കണ്ട ഈ സാധനം കണ്ട, ഈ ലൈനിങ് ഒക്കെ കണ്ട, ഇതൊക്കെ BMനുള്ള ലൈനിങ്ങാ, 5 Seriesൻ്റെ ലൈനിങ് അത്. പിന്നെ മെയിനായിട്ട് ഇത് ബാറ്ററി ബോക്സ്, BMWൻ്റെ ബാറ്ററി ബോക്സ് ഇവിടെയാണ് തന്നെ. പിന്നെ ഇപ്പോൾ BMW എന്ന് എഴുതി കാണിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല, അതൊന്നും കാണാനില്ല. മോണെ മൊത്തം കത്തി നറുനാശ. ഇത് ഇടിച്ചിട്ട് പോയിട്ടുള്ളടാ. ഈ ബാക്ക് ഹൗസിലേക്ക് ഇടിച്ച് പൊളിഞ്ഞിട്ടുള്ള വണ്ടി, എന്നിട്ട് കത്തിയിട്ടുള്ള. ഓ, ബാക്കി എല്ലാ വീലുകളും സാധനങ്ങളൊക്കെ ഊരിക്കൊണ്ട് ഒരു വീല് എടുക്കുന്നുണ്ട് അവിടെ. സംഭവം 5 Series തന്നെയാ, ഡാം ഷുവർ. ദേടാ BMW, ഞാൻ പറഞ്ഞില്ലേ, കം ഹിയർ. കണ്ടുപിടിച്ചു മക്കളെ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 5 Series തന്നെയാണ് ഗൈസ്. അതെ അതെ അതെ, BM ഒക്കെ കത്തിങ്ങനെ നറുനാശ എടുക്കണത് ഞാൻ ആദ്യമായിട്ട് വേണം കേട്ടോ. നമുക്ക് പോവാം ഗൈസ്. എന്താല്ലേ BMൻ്റെ ഒക്കെ ഒരു അവസ്ഥ, നറുനാശമായി വണ്ടി. സംഭവം നമ്മൾ പറഞ്ഞ പോലെ തന്നെ BM തന്നെയാണ്. ലെറ്റ്സ് ഗോ. പക്ഷെ എന്താല്ലേ BMW ഒക്കെ കത്തി നടന്നു, ലോറിയൊക്കെ കത്തിയെടുക്കാനുണ്ട് നമ്മൾ. BM ഒക്കെ കത്തിയിട്ട് തോന്നണത് ആക്സിഡൻ്റ് ആയിട്ട് വണ്ടി ഫയർ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. കാരണം വണ്ടി അതുപോലെ നറുനാശം അതിൻ്റെ ഇടിച്ചിട്ട് ടോപ്പും താഴ്വശവും മറ്റേ സെൻട്രൽ ആക്സിലിന് എന്താ പറയുക, സെൻട്രൽ ആക്സിലിന് ഡ്രൈവ് ഷാഫ്റ്റ് ആ ഡ്രൈവ് ഷാഫ്റ്റ് ഫുള്ള് സാധനങ്ങൾ മൊത്തം നറുനാശമായിട്ട് പൊളിഞ്ഞിട്ട് കിടക്കണേ. അപ്പോൾ ഇടിച്ചിട്ട് വണ്ടി ഫയർ ആയിട്ടുള്ളതാണ്. ഇതിലാവട്ടെ കല്ലുവല്ലി, നമുക്ക് മുന്നോട്ട് തന്നെ യാത്ര. ചൂട് അൺസൈക്കബിൾ ആണ് കേട്ടോ, അൺസൈക്കബിൾ. പിന്നെ ബൈക്ക് പോകുമ്പോൾ കാറ്റടിക്കണോണ്ട് കുഴപ്പമില്ല. ഞാൻ ആലോചിക്കുന്നത് കുട്ടാപ്പ് ചേട്ടൻ്റെ ഒരു അവസ്ഥയാണ്. നമുക്ക് ബൈക്ക് ആയതുകൊണ്ട് ഇത്രയും കാറ്റ് നമ്മുടെ ദേഹത്ത് അടിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ട്. കുട്ടാപ്പ് ചേട്ടൻ എന്ന് പറയുന്നത് സൈക്കിള് ഔട്ടല്ലേ, ഇത്രയും വെയിലത്ത് സൈക്കിള് ഔട്ടിയിട്ട് പുള്ളിക്കാരനൊക്കെ സമ്മതിച്ചോളണ്ട നമ്മോട്. ഡൈ ഹാർഡ് അല്ലേ. ഡൽഹി വരുടെ പോകണമെങ്കിൽ ആ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ വേക്കൻസി ഉണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ ഐബഡി എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ട്, നിങ്ങൾ ഒരാളുടെ പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ഈ വോൾവോ ഓടിക്കാനായിട്ട് വേക്കൻസി, ഒരുപാട് വേക്കൻസി ഉണ്ട്. ട്രെയിലർ ഓടിക്കാതെന്നവരും ട്രെയിലർ ലൈസൻസ് ഉള്ളവരും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തോ. അവർ തന്നെ കമ്പനി തന്നെ നമ്മൾ ട്രെയിനിങ്ങിന് വിടും, എന്നിട്ട് നമുക്ക് വണ്ടി തരും. ഡബിൾ ഡ്രൈവേഴ്സ് ആയിരിക്കും, അതേപോലെ തന്നെ എക്സ്പ്രസ് ഓട്ടോ ആയിരിക്കും. നിർത്തിയിടാനോ നിർത്തി കിടന്നിറങ്ങാനോ സമയം ഉണ്ടാവില്ല. ഒരേ വിട ഡ്രൈവർ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വിടയ്ക്കും.
സംഭവം നല്ല സാലറി കിട്ടും. വണ്ടി നോക്കിയാൽ ഫുൾ സേഫ്റ്റി വണ്ടിയാണ്. വോൾവോ എല്ലാ സെറ്റപ്പും ഉണ്ട്. AC കാര്യങ്ങൾ അത് ഇത് മറ്റേ ക്രൂയിസ് കൺട്രോള്, ഓട്ടോമാറ്റിക് ഗിയറാണ്, ഫുൾ സെറ്റ് വണ്ടിയാ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐബഡി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. നമ്മുടെ അനീഷ് ഏട്ടൻ, അനീഷ് അതാണ് പുള്ളിക്കാരൻ തന്നെ. ആ പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്തിട്ട് നോക്കിയാൽ മതി. അതിലുണ്ട് ഇതിൽ കോൺടാക്ട് നമ്പർ, കാര്യങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ആ പുള്ളി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പൊന്നു കൈസ് വേറെ വഴിക്ക് കണ്ടതാണ്. ട്രക്ക് പറഞ്ഞിട്ട് നോക്കിയേ, മറുനാശായിട്ടുള്ള ട്രക്ക് ഇപ്പൊ പറഞ്ഞിട്ടല്ലോ. എൻ്റെ പൊന്നു കൈസ് വണ്ടി ഫുൾ ലോഡ് മഹേന്ദ്ര. അയ്യോ, അവരുടെ കമ്പനി വണ്ടി ഒന്നും അടുത്ത് ആൾക്കെന്തെങ്കിലും പറ്റിയാണോ അവസ്ഥ അറിയില്ല. ഇതൊരു ഗട്ട് സെക്ഷനാണ് കേട്ടോ. ഫുള്ള് കുത്തനുള്ള ഇറക്കും ടേൺസും അങ്ങനത്തെ ഒരു സെക്ഷനാണ്, ഗട്ട് സെക്ഷനാണിത്. ഏരിയൊക്കെ നോക്കി ഇഷ്ട. ഒരു മരം പോലും ഇല്ല, ഒരു മലയാമേ വെറുതെ കുറേ മല. എന്താണല്ലോ ഒരു മരം പോലും ഇല്ലാത്ത ഇവിടുത്തെ മലകളിലൊന്നും. നമ്മുടെ അടുത്ത മലകളിൽ ഫുള്ള് മരങ്ങളും ചെടികളൊക്കെ അല്ലേ. ഇവിടെ ചുമ്മാ അങ്ങനെ കിടക്കണാണ്. നോക്കി നിങ്ങൾ കണ്ടോ ഓട്ടോറിക്ഷ പറയണം നോക്കിയേ. ഏതാ മൂട്. ലെഫ്റ്റിൽ പോണ ടോറസിന്റെ ടയർ നോക്കിയേ പൊട്ടിയിട്ട്. എപ്പോഴും പൊട്ടി ഊരി പോരൂലോടെ. അയാളറിയാഞ്ഞിട്ടല്ല, 2 ടയർ പൊട്ടിയൊക്കെ കേട്ടോ ബാഗിത്തെ. ആളറിയാഞ്ഞിട്ടൊന്നല്ല, പെട്ടയ്ക്ക് തന്നെ ആശായിരുന്നുണ്ട്. പിന്നെ കാലി വണ്ടിയാ, ലോഡ് വണ്ടിയല്ല. അയ്യോ ബോലോറോലിടുന്ന് ഉറങ്ങണം നോക്കി ടീംസ്. പുത്തൻ വണ്ടിയാണല്ലോ. ഫാമിലിയോടുകൂടി വണ്ടി എടുക്കാൻ പോയിട്ട് വരുമോ അനന്തരൊക്കെ ആയിരിക്കും. നമ്മട് കേരള വണ്ടി കിടക്കണോടെ, ലോറിയിൽ കേരള വണ്ടി എടുക്കണ്ടോ. ഇവിടെ എന്ത് നമ്മളെ പളനി അമ്പലത്തിലേക്ക് നടന്നു പോകില്ലേ, അത് ശബരിമലയ്ക്കൊക്കെ അതുപോലെ ഉണ്ടോ. കൊറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒറ്റ പൊന്നു മല നോക്കിയ സംഭവം പച്ചപ്പൊന്നുമില്ല, പക്ഷെ ഇതിങ്ങനെ നിൽക്കണേ മറ്റേ ഉൽക്കമലയൊക്കെ നിൽക്കണ പോലെ. ഏതാ മൂടില്ലേ. ഇപ്പോഴാണ് സമാധാനം, കുറച്ച് ആശ്വാസമായത്. വെയിലൊക്കെ പോയി ഭയങ്കര നൈസ് ഒരു ക്ലൈമറ്റിലേക്ക് എത്തി. ഐ തിങ്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ മഴ പൊട്ടും തോന്നുന്നുണ്ട്. അതുപോലത്തെ ഒരു സിറ്റുവേഷനും ക്ലൈമറ്റിക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതെ 5 മണി ആവാനായിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ക്ലൈമറ്റിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ് ഗൈസ്. ഞങ്ങൾ ഇത്ര നേരം ഇത്ര നേരം കേട്ടാ ഉച്ചക്ക്. അതെ പൊള്ളാച്ചി വെയില്, പാലക്കാട് വെയിലൊക്കെ വേണ സാധനം ഉണ്ടല്ലോ. പക്ഷോ ഉച്ചക്ക് കൈയൊക്കെ പൊള്ളണ സീൻ. ജാക്കറ്റ് ഇട്ടാനും പറ്റില്ല. ഇങ്ങനെ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇങ്ങനെ ഒല്ലിക്കും. ടീഷർട്ടൊക്കെ നനയും വിശറത്തിട്ട്. അത്രയും എന്താ പറയാ ഡീഹൈഡ്രേഷൻ. ഒരു രക്ഷയില്ല ഗൈസ്. ഗൈസ് മഴ ഞാൻ പറഞ്ഞത് അവിടുത്തുള്ളൂ. മഴ കൈമിക്കൊക്കെ വെള്ളം വീണുണ്ട് കണ്ടോ. മഴ പെയ്യാണ്. മഴ പെയ്ത് എന്താ ചെയ്യാ, മഴ പെയ്ത പെൻഡിടിക്കാട്ടോ. മഴ നൈസായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടോ. മഴ ഒരുപാട് പുഷ്പ ട്രക്ക്. മഴ ഒരുപാട് സീനാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കില്ല. നമ്മൾ അതിന് മുന്നേ ടെന്റ് എവിടെയെങ്കിലും കീച്ചേണ്ടി വരും. കാരണം നമ്മുടെ ലഗേജ് ഒക്കെ നനയാ. സംഭവം ലഗേജ് നനയാതിരിക്കുന്ന സെറ്റപ്പൊക്കെ നമ്മുടെ ഉണ്ടെങ്കിലും റിസ്ക് എടുക്കണ്ടല്ലോ. മഴ കിട്ടി മക്കളെ, മഴ കിട്ടി. നമുക്ക് ലൈസായിട്ട് സൈഡാക്കാട്ടാ. നല്ല മഴ കിട്ടി. ക്യാമറയൊക്കെ ഒന്ന് സേഫ് ആക്കണം. AMW ഒരു കാലത്ത് കിങ്ങായിരുന്നത്. സേഫ് എക്സ്പ്രസിന്റെ വണ്ടി നോക്കി ഇവിടെ. അല്ല അങ്ങറ്റ വരെ പമ്പ് കാണാമല്ലോ.
എന്റെ പൊന്നിലോട് നോക്കിയേ ബെഡാ സാധനം. എന്തോരം ടയറുണ്ടോ? 2 പിള്ളറോ? 9 വോൾവോടെ പിള്ളറാലോ. 2 പിള്ളർ വെച്ചിട്ടാ വലിക്കണേ. വോൾവോ, 2 വോൾവോ തന്നെ. ഏതാ കളി? അങ്ങനെ നമ്മുടെ ടെൻറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ 2 പേഴ്സൺ ടെൻ്റാണ് കേട്ടോ. 2 പേഴ്സൺ ടെൻറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇത് അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. നിയർ ബൈ കാണുന്നത് പമ്പാണ്. പിന്നെ ഇതിവിടെ വണ്ടികൾ ഇങ്ങനെ വരില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. പമ്പിൽ പെട്രോൾ അടിച്ച് തരുന്ന വണ്ടികൾ മാത്രമേ ഇങ്ങനെ വരുള്ളൂ, പാസ്സാവുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മൾ ബൈക്ക് ഇങ്ങനെ വയ്ക്കും. ഏതിങ്ങനെ നൈസായിട്ട് ഒന്ന് കോർണർ ചെയ്ത് നമ്മൾ ടെൻറ്റ് സേഫായിട്ട് ആ ലൈനിൽ ഇങ്ങനെ കോർണർ ചെയ്ത് വയ്ക്കും. അപ്പോൾ വലിയ സീൻ വരില്ല. പിന്നെ തിങ്സ് എല്ലാം നമ്മുടെ കയ്യിലുള്ള സേഫായിട്ടുള്ള സാധനങ്ങളൊക്കെ ടെൻറ്റുള്ള വയ്ക്കുള്ളൂ. പിന്നെ പാനിയർ ബോക്സ് ഉള്ളതുകൊണ്ടൊക്കെ ലോക്ക്ഡാണ്, അതുകൊണ്ട് സീനില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടെൻറ്റ് കാര്യങ്ങൾ. ബാക്കി വിഷയം നമുക്ക് കാണാം. പേഴ്സൺ ടെൻ്റാണ് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളൂ, ഹെവി സെറ്റപ്പ് അല്ല.
കുഴപ്പമില്ലാണ്ട് ഉറങ്ങി. നേരം വെളുത്തുട്ട ഗൈസ്. കൊതുവിൻ്റെ ചെറിയ ചെയ്യുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ സൈഡ് ഫ്രഷ് ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. തൊട്ടടുത്ത് തന്നെ പമ്പുണ്ട്. പമ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷായി സെറ്റായിട്ട് പോകണം. സമയം 7:30 ഉണ്ട്. ഓക്കെ, സെറ്റാവാത്ത കാരണം ഒരു സുഖമില്ലാത്ത സെറ്റാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. നമ്മളിനി ഇവിടുന്ന് സെറ്റായിട്ട് ഇവിടുന്ന് പോകാൻ പോണത് എല്ലോറ കേസിലോട്ടാണ്. ഇവിടുന്ന് ഒരു 150 to 200 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എല്ലോറ കേസിലോട്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകാൻ പോണത് എല്ലോറയ്ക്കാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.